എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്തിലെ ആനത്തടം പള്ളിക്ക് സമീപമുള്ള ഒരു വീടിന് മുന്നിലാണ്. പുതുശ്ശേരി കന്നപ്പള്ളി ബാബു എന്ന വിളിപ്പേരിലുള്ള ദേവസി, ഈ ഗൃഹനാഥൻ ഇപ്പോൾ ഈ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുകയാണ്. ഈ വീട് എന്ന് പറയുന്നത് അവരുടെ ഭാര്യയായിട്ടുള്ള അൽഫോൻസ എന്ന് പറയുന്ന വീട്ടമ്മയും അവരുടെ മക്കളും താമസിക്കുന്ന സ്ഥലമാണ്. ഇവർ ശരിക്കും കൊമ്പിടിഞ്ഞ മക്കളാണ്. കൊമ്പിടിയിലാണ് ഇവരുടെ ശരിക്കും വീട്. മാമ്പ്രയിൽ നിന്ന് വന്ന് കൊമ്പിടിയിൽ വന്ന് താമസിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബാബു എന്ന വിളിപ്പേരുള്ള ദേവസി, ഈ ദേവസിയും അതുപോലെ തന്നെ ഈ അൽഫോൻസ എന്ന വീട്ടമ്മയും തമ്മിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാറുണ്ട്. ഈ ബാബു എന്ന് പറയുന്ന ചേട്ടൻ ഈ വീട്ടമ്മയായിട്ടുള്ള അൽഫോൻസ എന്ന് പറയുന്ന ചേച്ചിയെ പല സമയങ്ങളിലും ഉപദ്രവിക്കാറുണ്ട്, ദേഹോദ്രവം ഏൽപ്പിക്കാറുണ്ട്, പല പ്രശ്നങ്ങളും ഇവർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സഹി കെട്ടാണ് മകൻ ഈ അമ്മയും കൂട്ടി ഈ ആനത്തടം പള്ളിക്ക് സമീപമുള്ള ഈ സ്ഥലത്ത് വന്ന് ഒരു വീട് വയ്ക്കുന്നത്. അവിടെ വീട് വെച്ച് താമസമാക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഈ ഭർത്താവായിട്ടുള്ള ദേവസി വന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇന്നലെ വൈകുന്നേരം ഈ അൽഫോൻസ ചേച്ചിയുടെ അനിയത്തിമാരും അവരുടെ ഫാമിലി എല്ലാം വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കാലത്തെ കുർബാനയ്ക്ക്, ആനത്തടം പള്ളി എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ആനത്തടം പള്ളി. ഈ ആനത്തടം പള്ളിയിൽ കാലത്തെ കുർബാന കഴിഞ്ഞ 7:30 കൂടി ഈ അൽഫോൻസ ചേച്ചി ഇവർ അനിയത്തിമാരെല്ലാവരും കൂടിയിട്ടാണ്, ഈ സഹോദരിമാരെല്ലാവരും ചേർന്നിട്ടാണ് കുർബാനയ്ക്ക് പോയത്. അപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ നേരത്തെ തന്നെ ഈ അൽഫോൻസ എന്ന് പറയുന്ന വീട്ടമ്മ നേരെ വീട്ടിലേക്ക് പോന്നു. പിറകിലാണ് സഹോദരിമാർ വന്നത്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള അയൽപക്കക്കാർ വലിയൊരു നിലവിളി കേൾക്കുകയാണ്. ഈ നിലവിളി എന്ന് പറയുന്നത് ഈ വീടിൻ്റെ അകത്തു നിന്നുള്ള നിലവിളിയാണ്. അങ്ങനെ അയൽവക്കക്കാരെല്ലാം കൂടി വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷിക്കണേ 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 എന്ന് പറഞ്ഞിട്ടുള്ള ഈ അൽഫോൻസ എന്ന് പറയുന്ന വീട്ടമ്മയുടെ നിലവിളിയാണ് കേട്ടുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത് തന്നെ അയൽവക്കക്കാരെല്ലാവരും വന്നു. ഈ വാതിൽ തുറന്ന് അകത്ത് കയറാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. പക്ഷേ സാധിച്ചില്ല. കാരണം ഉള്ളിലെല്ലാം തന്നെ എല്ലാ വാതിലുകളും ബന്ധസായിട്ടുള്ള കുറ്റികൾ ഇട്ടുകൊണ്ടാണ് ഉള്ളിൽ വലിയ ഉച്ചത്തിലായിരുന്നു ഈ അൽഫോൻസ എന്ന് പറയുന്ന വീട്ടമ്മയുടെ നിലവിളി കേട്ടുകൊണ്ടിരുന്നത്. ഒടുവിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പരിസരവാസി വന്ന് ജനൽ തുറന്ന് നോക്കിയപ്പോൾ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ഈ അൽഫോൻസ എന്ന വീട്ടമ്മയാണ് കാണാൻ സാധിച്ചത്. അവർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുതരൂ, എൻ്റെ ജീവൻ രക്ഷിക്കും, എനിക്ക് ഈ വാതിലൊന്ന് തുറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പരിസരവാസി ഒരു കമ്പ് ഇട്ട് കൊടുത്തു. ആ കമ്പ് കൊണ്ട് ഉള്ളിലെ ഒരു ഡോറ് തുറന്ന് അതിനുശേഷം ഈ അൽഫോൻസ ചേച്ചിയെ അവിടെ നിന്ന് നാട്ടുകാരെല്ലാവരും ചേർന്ന് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. അതിനുശേഷം ചാലക്കുടി സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലാണ് അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ CT സ്കാൻ ഉൾപ്പെടെയുള്ള സംഗതികൾ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലയിൽ ഇഞ്ചുറി ഉണ്ട്. അവരെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് ഈ വീടിൻ്റെ അകത്ത് മുഴുവനും ചോരമയമാണ്, ഫ്ലോറിലും അതുപോലെ തന്നെ അവിടെയുള്ള സെറ്റി കസേരകളിലൊക്കെ തന്നെ. അപ്പോൾ ഇപ്പോൾ ആ ചേച്ചിയുടെ സ്ഥിതി വളരെ ഗുരുതരമായിട്ട് തുടരുന്നു. ഈ ദേവസി എന്ന് പറയുന്ന, ബാബു എന്ന് വിളിപ്പേരുള്ള ദേവസി എന്ന് പറയുന്ന ഗൃഹനാഥൻ ഈ വീടിൻ്റെ അകത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് ഇപ്പോൾ കാണപ്പെട്ടിരിക്കുന്നത്. ആളൂർ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങളിലേക്കും അതിനുശേഷം മരണത്തിലേക്കൊക്കെ നയിക്കുന്ന വിഷയങ്ങൾ ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന നിലവിലുണ്ട്. എന്തായിരുന്നാലും ഈ അൽഫോൻസ എന്ന് പറയുന്ന വീട്ടമ്മ ഇപ്പോൾ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ആശുപത്രി ചികിത്സയിലാണ്. അവരുടെ ഭർത്താവായിട്ടുള്ള പുതുശ്ശേരി കന്നപ്പള്ളി ബാബു എന്ന് വിളിപ്പേരുള്ള ദേവസി ഈ വീടിൻ്റെ അകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുകയാണ്. പോലീസ് എത്തി മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു.